വെസ്ബർഗിൻ്റെ അതുപോലെ തന്നെ വേറൊരു പ്രീമിയം കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് നടത്തുന്ന ഒരു കോഴ്സ്, ഇപ്പോൾ ഈ ദുബായിലാണെങ്കിലും നാട്ടിലാണെങ്കിലൊക്കെ വെസ്ബർഗ് നടത്തുന്ന ഒരു മെയിൻ കോഴ്സ് ഉണ്ട്. എന്താണ്? PG ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയും. അതായത് ലെവൽ 7 പ്രോഗ്രാം ഇൻ ബിസിനസ് മാനേജ്മെന്റ്. അതായത് MBAക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു PG ഡിപ്ലോമ. അതായത് MBA തന്നെയാണ്, അതേ വെയിറ്റേജ് ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് PG എടുക്കുന്നുണ്ട് അല്ലേ. അതായത് ലോജിസ്റ്റിക് PG എടുക്കുന്നുണ്ട്, അതുപോലെ PG ഡിപ്ലോമ ഇൻ HR എടുക്കുന്നുണ്ട്, PG ഡിപ്ലോമ ഇൻ ഫൈനാൻസ് എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട്. ഈവൻ CMA എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല ക്വാളിഫിക്കേഷൻ എടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പകരമായിട്ട് ഒറ്റ ക്വാളിഫിക്കേഷൻ മതി. അതാണ് PG ഡിപ്ലോമ ബിസിനസ് മാനേജ്മെന്റ്. ഈ PG ഡിപ്ലോമ ബിസിനസ് മാനേജ്മെന്റ് പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇതിൽ എല്ലാം സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ഏരിയയും ഫൈനാൻസ് ഉണ്ട്, HR ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ ലോജിസ്റ്റിക് ഉണ്ട്. ഇതിലെല്ലാ ഏരിയയും കവർ ചെയ്തിട്ട് എല്ലാം സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോകുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് മേഖല വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. HR ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ പറ്റും, ഫൈനാൻസ് ചെയ്യാൻ പറ്റും, ലോജിസ്റ്റിക്സ് ചെയ്യാൻ പറ്റും. ഈവൺ അവർ നന്നായിട്ട് പെർഫോം ചെയ്യണം, ഈവൺ ഹയർ ലെവലിൽ ജനറൽ മാനേജർ, CEO ലെവലിലൊക്കെ അവർക്ക് ഇപ്പോൾ ജോബ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ ആണ്. പക്ഷേ ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് PG എടുക്കുക എന്നുള്ളതാണ് ജനറലി ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയുന്നത്. കാരണം വെച്ചാൽ ഇത് എവിടുന്നെങ്കിലും ഒരു PG ഡിപ്ലോമ ബിസിനസ് മാനേജ്മെന്റ് എടുത്തിട്ട് കാര്യമില്ല. ഈ PG ഡിപ്ലോമ ബിസിനസ് മാനേജ്മെന്റിൽ ഫസ്റ്റ് നോക്കേണ്ടത് ലെവൽ 7 ആണോ എന്നുള്ളതാണ്. അതാണ് വെസ്ബർഗ് കൊടുക്കുന്ന ലെവൽ 7 പ്രോഗ്രാമാണ്. രണ്ടാമത് നോക്കുന്നത് 120 ക്രെഡിറ്റ് ഉണ്ടോ. അത് വെസ്ബർഗിൻ്റെ ഈ PG ഡിപ്ലോമ ബിസിനസ് മാനേജ്മെന്റ് 120 ക്രെഡിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നോക്കേണ്ടത് ഓഫ്കലിൻ്റെ അണ്ടറിലുള്ളതാണെന്നുള്ള ഈ 3 കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു MSc അല്ലെങ്കിൽ MBA ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ എടുത്തിട്ട് അത് മെയിനായിട്ട് അവർക്ക് യൂസ്ഫുൾ ഉള്ളൂ, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ ഇന്ന് ഇന്ത്യയിൽ കൊടുക്കുന്നത് വളരെ റയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ്. എനിക്ക് തോന്നുന്ന ഒരു വയലിൽ എണ്ണാൻ പറ്റിയ 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യയിൽ ഓൾ ഓവർ ആ ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ ലെവൽ 7 ക്വാളിഫിക്കേഷൻ 120 ക്രെഡിറ്റ് ഒക്കെ ഉള്ളത് കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിലൊന്ന് ഏറ്റവും കൂടുതൽ ഒരു നെയിമൊക്കെ ഉള്ള ഒരു, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വെസ്ബർഗ്. കേരളത്തിൽ I think 1-2 സ്ഥാപനം അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്നത് ഞങ്ങളാണ്. കാരണം ഇത് സെയിം ക്വാളിഫിക്കേഷൻ നമ്മൾ ദുബായിൽ ചാർജ് ചെയ്യുന്നത് പറഞ്ഞാൽ അറൗണ്ട് 12 to 15 lakh ആണ്. ഏറ്റവും മിനിമം നമ്മൾ ചാർജ് ചെയ്യുന്നത് 10 lakh ആണ്. ഇപ്പോൾ ആവറേജ് ഒരു 12 to 15 lakh ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. പക്ഷേ ആ സെയിം ക്വാളിഫിക്കേഷൻ ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 1 lakh ഇന്ത്യൻ മണിക്കാണ്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 10% ഫീസ് പോലും നമ്മൾ ചാർജ് ചെയ്യണില്ല എന്നല്ല. ആ ഒരു ചെറിയൊരു ഫീസിലാണ് നമ്മളിവിടെ ഇന്ത്യയിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ദുബായിലോ അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് അതിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റി ദുബായിലോ അല്ലെങ്കിൽ ഒരു കോളേജ്, ഒരു ദുബായിലൊരു കോളേജിലൊക്കെ അവർ ഈ സെയിം ക്വാളിഫിക്കേഷൻ ലെവൽ 7 പ്രോഗ്രാം അണ്ടർ ഓഫ്കലുള്ള 120 ക്രെഡിറ്റുള്ള ഒരു ക്വാളിഫിക്കേഷൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് അവരൊരു എൻക്വയറി ഇട്ടാൽ അവർക്ക് മനസ്സിലാവും, അവർക്ക് കിട്ടും. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒരു 100 സ്റ്റുഡൻസ് ഇത്രയും പെയ്ഡ് ആയിട്ട് അവർ പഠിക്കുന്നുണ്ട്. അതിൻ്റെ വാല്യൂ അറിഞ്ഞവരാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ നമ്മൾ ഈ മലബാറിലെ സ്റ്റുഡൻസിന് അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയ പ്രൈസിൽ ഇത് ചെയ്യണത്.